ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകം നോക്കാം. കലിനാ സദൃശഃ കോപി യുഗോ നാസ്തി വരാനനേ തസ്മിംസ്ത്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഇനിയും ഈ ശ്ലോകം മുതൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭക്തിദേവിക്ക് വാക്കുകൊടുത്ത പ്രകാരം താൻ ഈ കലിയുഗത്തിൽ ഭക്തിദേവിയുടെ ദുഃഖത്തെ മാറ്റിക്കൊടുക്കാം. അഥവാ ഈ കലിയുഗം തുടങ്ങിയപ്പോൾ തന്നെ ഭക്തിദേവിക്കുണ്ടായ ദുഃഖം തൻ്റെ പുത്രന്മാർ ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു, ജരാനരകൾ ബാധിച്ചിരിക്കുന്നു, താനാകട്ടെ ചെറുപ്പമായും ഇരിക്കുന്നു. തൻ്റെ പുത്രന്മാരുടെ ഈ ഒരു ക്ഷീണിതാവസ്ഥയിൽ ദുഃഖിതയായിട്ട് കഴിയുന്ന ഭക്തിദേവിയോട് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, അല്ലയോ ഭക്തിദേവി, അവിടുന്ന് ദുഃഖിക്കാതെ ഞാനൊരു ഉപായം കണ്ടെത്താം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ അതാണ് ശ്രീ നാരദ മഹർഷി പറയുകയാണ്. കലിന സദൃശ കോപി യുഗോ നാസ്തി വരാനനെ. കലിന എന്ന് പറഞ്ഞാൽ കലിയുഗത്തിന്, സദൃശ അതിന് തുല്യമായിട്ട്, കലിയുഗത്തിന് തുല്യമായിട്ട്, കോപി, കഹാപിയാണ് കോപി എന്ന് പറഞ്ഞാൽ വേറെ ഏതുണ്ട്. അപ്പോൾ കലിയുഗത്തിന് തുല്യമായി വേറെ ഏതുണ്ട്? എന്ത്? യുഗോ. യുഗ എന്നാൽ യുഗം. എന്നിട്ട് അടുത്തതായി പറയുകയാണ് നാസ്തി. നാസ്തി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം. ന അസ്തി, അങ്ങനെയൊന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ കലിയുഗത്തിന് തുല്യമായി വേറെ ഏതൊരു യുഗമുണ്ട് എന്ന് ആദ്യം ഒരു ചോദ്യരൂപേണ പറഞ്ഞിട്ട് വീണ്ടും അതേ നാരദ മഹർഷി തന്നെ പറയുന്നു, വേറെ ഇല്ല തന്നെ ഉറപ്പിക്കുകയാണ്. നാസ്തി വരാനനെ. വരാനനെ എന്ന് പറഞ്ഞാൽ അല്ലയോ സുന്ദരി എന്നുള്ള അർത്ഥം. ആനനം എന്നാൽ മുഖം, വര എന്ന് പറഞ്ഞാൽ നമ്മൾ മുനിവരന്മാർ എന്ന് പറയത്തില്ലേ. അപ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ള, വളരെ സുന്ദരമായിട്ടുള്ള മുഖത്തോടു കൂടിയവൾ, അല്ലയോ സുന്ദരി, അല്ലയോ ഭക്തിദേവി, ഈ കലിയുഗത്തിന് തുല്യമായി വേറെ ഏത് യുഗമാണുള്ളത്? അങ്ങനെയൊന്നില്ല തന്നെ. അതുകൊണ്ട് തസ്മിം സ്ത്വാം, തസ്മിം ത്വാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തസ്മിം സ്ത്വാം. തസ്മിം എന്ന് പറഞ്ഞാൽ ഈ, ത്വാം നിന്നെ എന്ന് പറഞ്ഞാൽ ഭക്തിദേവിയെ, സ്ഥാപയിഷ്യാമി ഞാൻ സ്ഥാപിപ്പിക്കും അഥവാ വസിപ്പിക്കും, ഞാൻ ഉറപ്പിക്കും. ഇവിടെ ഗേഹേ ഗേഹേ ജനേ ജനേ. ഗേഹേ ഗേഹേ ഗൃഹങ്ങൾ തോറും, ഓരോരോ ഗൃഹത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രഹത്തിലും, ജനേ ജനേ ഇവിടെയും അത് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തോറും എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളിലും, എല്ലാ ജനങ്ങളുടെ ഹൃദയത്തിലും നിന്നെ ഞാൻ ഉറപ്പിക്കും ഈ കലിയുഗത്തിൽ. ആ ഉറപ്പിക്കും എന്ന് പറയാൻ കാരണം അതിനുള്ളതാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത്. ഈ കലിയുഗത്തിനോളം തുല്യമായ വേറെ ഏത് യുഗമുണ്ട്? ഇല്ല തന്നെ എന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തിലാണ് അതിന് ഏറ്റവും, ഭക്തിദേവി അവിടുത്തേക്ക് ഏറ്റവും മഹത്വമേറിയ ഒരു കാലമാണ് കലിയുഗം. അതുകൊണ്ട് തന്നെ അല്ലയോ ദേവി, അവിടുത്തെ ഞാൻ ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ ആ ഭക്തിയിലൂടെ നമ്മളിലേക്ക്, നമ്മൾ കഴിഞ്ഞൊരു ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഭക്തിയിലൂടെ സഞ്ചരിക്കുമ്പോൾ താനെ ജ്ഞാനവൈരാഗ്യങ്ങൾ വന്നു ചേരും. അഥവാ ആ രീതിയിൽ ഭക്തിയെ ഉറപ്പിക്കും. അപ്പോഴേ ഭക്തിദേവിയുടെ ദുഃഖം മാറുകയുള്ളൂ. ഇവിടെ കലിയുഗത്തോളം വേറെ ഒരു യുഗം ഏതുണ്ട് എന്ന് ആദ്യം ഒരു ചോദ്യ രൂപേണയാണ് ശ്രീ നാരദ മഹർഷി ചോദിക്കുന്നത്. അതിന് കാരണം, എന്നിട്ട് തൊട്ടടുത്ത ഇതിൽ നാസ്തി എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം, നമുക്ക് പൂന്താനന്ദമേൻ്റെ ഇത് പറയുമ്പോൾ അവിടെയും പറയുന്നു യുഗം 4 നല്ലു കലിയുഗം. കാരണം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ, ഈ ഒരു കലിയുഗത്തിൽ മുക്തി വരുത്തുവാൻ ഇതിനേക്കാൾ നല്ലൊരു യുഗമില്ല. ഈ 4 യുഗങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മുക്തിയിലേക്ക് എത്തിച്ചേരാൻ
കലിയുഗം തന്നെയാണ്. കാരണം എന്തേ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ ഇങ്ങനെ ജപിച്ചാൽ മാത്രം മതി നമുക്ക് ആ മുക്തിയിലേക്ക് എത്തിച്ചേരാൻ. മറ്റ് 3 യുഗങ്ങളിലും പലതരത്തിലുള്ള യത്നങ്ങൾ വേണമായിരുന്നുവെങ്കിൽ ഈ ഒരു കലിയുഗത്തിൽ, അതും നമുക്ക് ഈ ജ്ഞാനപ്പാനയിൽ തന്നെ നമുക്ക് കാണാം, അതിൽ പറയുന്നില്ലേ, തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും. അപ്പോൾ യാതൊരു യത്നവും പരിശ്രമവും കൂടാതെ ആ മുക്തിയിലേക്ക് എത്തിച്ചേരാൻ കലികാലത്തിനോളം വേറെ നല്ലൊരു യുഗമില്ല. ഈ നാമം ജപിക്കുകയേ വേണ്ടൂ. ആ നാമം ജപിക്കുന്നതാവട്ടെ നമ്മൾ അത്യധികം ഭക്തിയോടുകൂടി ജപിച്ചില്ലെങ്കിൽ പോലും, അതും നമുക്ക് പൂന്താനം തിരുമേനിയാണ് അതിനും വേറൊരു ഭാഗത്ത് തന്നെയുള്ള ഇത് പറയുന്ന നമുക്ക് കാണാം അല്ലേ, സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചിട്ടാണെങ്കിലും, ഇനി അതുമല്ലെങ്കിൽ മറ്റൊരുത്തർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആ നാമം ജപിച്ചാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ജന്മസാഫല്യം കിട്ടുകയായി എന്ന് പറയുന്നുണ്ട്. തന്നെയുമല്ല, ആ നാമം ജപിക്കുന്നതിന് ഇവിടെ ജനങ്ങൾ തോറും വീടുകൾ തോറും എന്ന് പറഞ്ഞു. എങ്ങും ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത് അല്ലേ, അത് ആർക്കും ജപിക്കാം. അതും നമുക്ക് പൂന്താനം തിരുമേനി പറഞ്ഞു തരുന്നുണ്ടല്ലോ, ജാതി പാർക്കിലൊരു അന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും, അതാരായാലും ബ്രാഹ്മണനായിക്കോട്ടെ, വൈശ്യനായിക്കോട്ടെ, ശൂദ്രനായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, ഈ 4 തരത്തിലുള്ള മനുഷ്യരേ ഉള്ളൂ. അവിടെ ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, ഭഗവാൻ തന്നെ പറയുന്നു, ഗുണകർമ്മ വിഭാഗശ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഈ 4 വർഗങ്ങളായി തിരിച്ചിരിക്കുന്ന അവരുടെ ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അങ്ങനെ ആര് ജപിച്ചാലും അവർക്കൊക്കെ ജന്മസാഫല്യം വന്നു പോകും. ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി എന്നാണ്. അപ്പോൾ ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. അതിനെന്തേ വേണ്ടൂ? അതിന് നാവ് മാത്രമേ വേണ്ടൂ അല്ലേ. ബാക്കി വേറെ യാതൊന്നും തന്നെ, അത് ഏത് ദിക്കിലിരുന്ന് വിളിച്ചാലും നമ്മുടെ നാവ് കൊണ്ട് ഇത് ഒരു തവണയെങ്കിലും ചൊല്ലിയെന്നാകിൽ, ആ ഭഗവാന്റെ നാമം ജപിച്ചുവെന്നാകിൽ, ഭഗവാനെ അവിടുന്ന് ജന്മസാഫല്യത്തിലേക്ക് എത്തിക്കുകയായി എന്ന് പറഞ്ഞാൽ, ആ നാമം അറിയാതെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ പോലും അതിലൂടെ പതിയെ 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 ആ നാമത്തിൻ്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു ഭഗവാൻ. ഇന്ന് നമ്മുടെ ചുറ്റിനും ഉള്ള ഈ ഒരു ലോകത്തെ എടുത്താൽ ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ചവരുടെ എണ്ണം ഒരു പക്ഷെ വളരെ കുറവായിരിക്കും. അവർ ആ ആനന്ദാനുഭൂതി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ മാഹാത്മ്യം അറിയുന്നുണ്ടെങ്കിൽ, അവർ പഠിച്ച നേടിയ അറിവിൻ്റെ വെളിച്ചത്തിലാണ് അവർ ആ മാഹാത്മ്യത്തെ മനസ്സിലാക്കുന്നത്. പക്ഷെ അല്ലാതെ തന്നെ എത്രയോ പേർക്ക് ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെ ഭഗവാനെ സദാ സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ പേർക്ക് ആ മാഹാത്മ്യത്തിൻ്റെ മധുരം നുകരാൻ കഴിയുന്നു എന്ന് മനസ്സിലാവുമ്പോൾ അവിടെ അവർ ഗ്രന്ഥങ്ങളിലൂടെ നേടുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അത് മോശമാണെന്നല്ല, പക്ഷെ അതില്ലെങ്കിൽ പോലും ഭഗവാനെ അവിടുത്തെ ആ മാഹാത്മ്യത്തെ മനസ്സിലാക്കാൻ ആ അറിവ് അവരിലേക്ക് വന്നു ചേരുന്നു. സദാ നിരപേക്ഷരായി, അല്ലെങ്കിൽ യാതൊരു ഫലേച്ഛയും കൂടാതെ, അവിടെ ഭഗവാനോട് യാതൊരു അപേക്ഷയുമില്ല, സദാ ഭഗവാന്റെ നാമം ജപിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക. അതുമാത്രമാണ് ഈ കലിയുഗത്തിൽ നമ്മൾ നോക്കിയാൽ ശരിയായ ഭക്തരുടെ ലക്ഷണം. അവർക്ക് യാതൊന്നും ഭഗവാനോട് അപേക്ഷിക്കുവാനില്ല, ആവശ്യപ്പെടുവാനില്ല, മോഹങ്ങളില്ല. അവരിലേക്ക് താനേ വന്നു ചേരുന്നു ആ മാഹാത്മ്യത്തിൻ്റെ വലിപ്പം, അതിൻ്റെ ആ ഒരു അറിവ്. അവർ ആ ആനന്ദത്തിൽ അങ്ങനെ അറിയാതെ ലയിച്ചു പോവുകയാണ്. അത് ഒരു പക്ഷേ ഈ കലിയുഗത്തിൽ മാത്രമാണ് ഭഗവാൻ അങ്ങനെയൊരു അനുഗ്രഹം ഭക്തി ദേവിയിലൂടെ തൻ്റെ ഭക്തർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ കലികാലത്തിൽ ഇവിടെ നാരദ മഹർഷി പറയുകയാണ്, ഓരോ ഗ്രഹം തോറും
ജനങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഭക്തിദേവി ഞാൻ നിന്നെ പ്രതിഷ്ഠിക്കും. കാരണം ഈ കലിയുഗത്തിൽ മാത്രമേ അതിലൂടെ അവിടുത്തെ പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടാവുകയുള്ളൂ, അതിനെ ഉണർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ആ ഭക്തിയെ ഓരോരോ ഗൃഹം തോറും ജനങ്ങളുടെ ഹൃദയം തോറും സ്ഥാപിക്കാൻ ഈ കലിയുഗം പോലെ അതിന് തുല്യമായി മറ്റൊരു യുഗമില്ല എന്നാണ് ആദ്യമേ അതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഈ കലിയുഗത്തിൽ ദേവി അവിടുത്തെ പുത്രന്മാർക്ക് ക്ഷയം സംഭവിച്ചുവെങ്കിലും ക്ഷീണിതരായെങ്കിലും അവിടുന്ന് ദുഃഖിക്കേണ്ട. ഞാൻ ഭക്തിദേവിയെ സ്ഥാപിക്കും. ഗൃഹം തോറും ജനങ്ങളുടെ ഹൃദയം തോറും ഞാൻ സ്ഥാപിക്കും. ഇത് നാരദ മഹർഷിയുടെ ഉറപ്പാണ്, ഞാനത് ചെയ്യുമെന്നുള്ളത്. കാരണം ആ ഭക്തിയെ ആശ്രയിച്ച, ഭക്തിയിലൂടെ മാത്രം ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന നാരദ മഹർഷിക്ക് ഉറപ്പുണ്ട്, താൻ വിചാരിച്ചാൽ അത് ഈ കലിയുഗത്തിൽ നടക്കുമെന്ന്. കയ്യിലുള്ളവനു മാത്രമേ മറ്റൊരാളിന് ഉള്ളത് മാത്രമേ ദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ല, ഇവിടെ ശ്രീ നാരദ മഹർഷി ഭക്തി കൊണ്ട് ധന്യനാണ്. ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം അതിലൂടെ തന്നെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ അതുകൊണ്ടാണ് നാരദ മഹർഷിക്ക് ആ ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നത്, ഞാൻ ഭക്തിയെ പ്രതിഷ്ഠിക്കും. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കലിനാ സദൃശഃ കോപി യുഗോ നാസ്തി വരാനനെ തസ്മിൻ സ്ത്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്നുകൂടി നോക്കാം. ഇവിടെ ആദ്യത്തെ പാദത്തിൽ സദൃശ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ തസ്മിം സ്ത്വാം, അത് ചിലപ്പം തുടക്കക്കാർക്ക് ആ സ ഇടയ്ക്ക് വന്നിരിക്കുന്നത് വായിക്കാൻ ഇച്ചിരി പ്രയാസം കാണാം, ഒന്ന് പരിശ്രമിക്കുക. തസ്മിം സ്ത്വാം. അടുത്തത് സ്ഥാപയിഷ്യാമി, ആദ്യത്തേത് തായാണ്, രണ്ടാമത്തേത് ഥായാണ്. അതും ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബാക്കി പിന്നെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് വിചാരം ചെയ്യുവാനായിട്ട്. ഭഗവാൻ ഇത്രയാണ് ഉള്ളവർക്ക് തോന്നിപ്പിച്ചു തന്നത്. ഹരേ കൃഷ്ണ.